ഭഗവാനെ, കാലങ്ങളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട കവചകുണ്ടലം, എനിക്ക് എന്റെ പൂർവികർ തന്ന കവചകുണ്ടലം, ഇത് ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്റെ ഭഗവാനെ. ഇത് ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞു? കോടികളുടെ വിലയാണ് കവചകുണ്ടലത്തിന്, കോടികളുടെ വില. അല്ല, പേച്ചാരെ അടിച്ചിട്ട് കവചകുണ്ടലം കൊണ്ട് കളഞ്ഞിരുന്ന് കരയുന്നു. എവിടെ കൊണ്ട് കളഞ്ഞത്? അതിന്റെ വില എത്രയാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ? കോടികളാണ് അതിന്റെ വില. വല്യപ്പ എന്റെ അടുത്ത് പറഞ്ഞ്, വിദേശത്തുള്ള ശുക്കൂർ വിളിച്ച് പറഞ്ഞ്, ഈ കവചകുണ്ടലത്തിന്റെ ഓരോ കല്ലുകൾക്കും ലക്ഷങ്ങൾ വില വരുമെന്നാ പറഞ്ഞു. ഒരൊറ്റ കേറ്റി തരും. കവചകുണ്ടലം എന്റെ കയ്യിലായിരുന്നു, അതിന് കോടികൾ കിട്ടും, കോടികൾ. നിനക്കറിഞ്ഞൂടാത്തോണ്ടാണ്. കോടികളുടെ ആസ്തി ഉണ്ടടാ ഈ തറവാട്ടിന്. അല്ല, ഇന്ന് ഉച്ചക്ക് കറി എന്തുണ്ട്? ചമ്മന്തിക്കുള്ള തേങ്ങയ്ക്ക് വേണ്ടി എനിക്ക് ഏതെങ്കിലും ഒരു വേലി ഒന്ന് ചാടണം. ഭഗവാനെ, ഒരു കൊട്ടത്തേങ്ങലും ഇല്ല, പറയുന്നതെല്ലാം കോടികൾ, കോടികൾ എന്നാ പറയുന്നത്. ഈ കൂടുതലൊന്നും പറയാനും വേണ്ട. ഈ തറവാട്ടിന്റെ മുമ്പില് എന്റെ മുഖത്ത് നോക്കി നിനക്ക് ഇങ്ങനെ പറയാൻ എന്ത് തോന്നിയടാ? ആ വല്യപ്പയുടെ മുഖത്ത് നോക്കിയപ്പോഴൊരു കാര്യം പിടികിട്ടിയത്. എന്താ? പൂടപ്പട്ടിക്ക് ചോറ് കൊടുത്തില്ല, കൊടുക്കണം. ഇത്രയും നേരമായിട്ട് നീ എനിക്കൊരു ചായ പോലും കുടിക്കാൻ തന്നില്ല. ഒരു ചായ എടുത്തോണ്ട് വാ. വല്യപ്പ, ഞാൻ രാവിലെ പാൽ സൊസൈറ്റിയിൽ പോയി നിന്ന് കൈയും കെട്ടി ചിരിച്ച്, പക്ഷെ പാല് തന്നില്ല. അതെന്താ ഒരു പാല് തരാത്ത? അതറിഞ്ഞൂടെ? കരയുന്ന കൊച്ചിനെ പാലുള്ളെന്ന്. അയ്യടാ, ഞാനൊരു പാല് കൊടുത്തപ്പം അവൻ എനിക്ക് തിരിച്ചൊരു പണി. ആരോ വരുന്നുണ്ടോ മോനെ? ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ആ തറവാടിന്റെ ആദ്യത്തെ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. നീ കുന്ത്രാണ്ടങ്ങളൊക്കെ എടുത്ത് വെക്കണം അങ്ങോട്ട്. കുന്ത്രാണ്ടോ? നമ്മൾ ആരും മുമ്പ് മോശക്കാരാവാൻ പാടില്ല. ഇത് മുക്കിയിട്ട് നീങ്ങിയാലേ നീക്കുള്ളൂ അല്ലേ? അങ്ങനെ ഉണ്ടായി. അല്ല, നീക്കിയിട്ട് മുക്കിയാലും മതി. പണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വല്യപ്പനാണ് ഇപ്പൊ എന്നെ ഇത് പഠിപ്പിച്ചത്. ആണല്ലേ? ആരാ? മനസ്സിലായില്ല. ഞാൻ ആർക്കോളജി വിഭാഗത്തിൽ നിന്ന് വരുവാണേ. അപ്പൊ നിങ്ങളുടെ ഈ കവചകുണ്ടലങ്ങള് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യമായിട്ട് വന്ന ഉദ്യോഗസ്ഥനാണേ. മനസ്സിലായില്ല. ആർക്കോളജി വിഭാഗത്തിൽ നിന്ന് വരുവാണേ. അപ്പൊ ഈ കവചകുണ്ടലങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി തന്നായിരുന്നല്ലോ. മനസ്സിലായില്ല. എന്ത് ചെയ്യുന്നു? അല്ല, ഒന്നും ചെയ്യുന്നില്ല. PSC 3 പ്രാവശ്യം എഴുതി, ജോലി ഒന്നും കിട്ടിയിട്ടില്ല. ഒരു താൽക്കാലിക നിയമനം തരുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇനിയും കിട്ടും. ഈ വെള്ള വടക്കം പോയിലും ഒന്ന് പൊക്കി പിടിച്ചേ. പറഞ്ഞോ. ഞാനേ ആർക്കോളജി വിഭാഗത്തിൽ നിന്ന് വരികയാണ്. അപ്പൊ നിങ്ങളുടെ ഈ കവചകുണ്ടലങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് വന്നതാണേ. ഒന്നും മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? വല്യപ്പ, പുള്ളി ബയോളജി ഡിപ്പാർട്ട്മെന്റ് വന്നതാണ്. അവിടെ ഇരുന്ന് കമലതള സിനിമ ഉണ്ട്, അത് കൊള്ളൂലെന്ന് പറയാൻ വന്നതാണ് വല്യപ്പൻ. നിങ്ങൾ ഇവിടെ എങ്ങനെ ഈ ഇല്ലത്ത് വന്ന് താമസിക്കുന്നതാണോ അതോ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണോ? അയ്യോ, അല്ല, ഈ ഇല്ലത്തെ ദത്തൻ തമ്പുരാന് മക്കളില്ലായിരുന്നു. അങ്ങനെ എന്നെ ദത്തെടുത്തതാണ്. എന്റെ ദത്തൻ തമ്പുരാ ദത്തെടുക്കുമ്പോ നല്ല നോക്കി ഒരെണ്ണം എടുക്കണ്ടായിരുന്ന. ബാക്കിയുള്ള രക്തം ഛർദ്ദിക്കാറായി സംസാരിച്ച്. അല്ല, നല്ല പരിചയം. എവിടെയാ സ്ഥലം? എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ അനന്തപത്മനാഭന്റെ മണ്ണ്. അതെ. വേലി കഴിച്ചോ? വേളി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പൊ പുതിയതായിട്ട് അവിടെ എയർപോർട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ഭൂതോ പിശാച്ചോ വല്ലോ ആണെങ്കിൽ ഈ വേളി എന്ന് പറയുന്ന സ്ഥലം എടുത്ത് നമുക്ക് കഴിക്കാം. നമ്മൾ മനുഷ്യരായിട്ടുള്ള ആള് അതെങ്ങനെയാണ് കഴിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ വേളി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചോന്ന്. ആണോ? ഞാനൊരു കല്യാണം കഴിച്ചു. സങ്കടമാ. കല്യാണം കഴിച്ചോണ്ട് രണ്ടുപേരുടെ സംഘടന തുടങ്ങി. സംഘടന അല്ലെന്ന്, സങ്കടം. കല്യാണത്തിന് ശേഷം എനിക്കൊരു ഉണ്ണി ഉണ്ടായി. 12 വയസ്സ് കാണാനില്ല. ഞാനൊരു കാര്യം പറയാം, ഈ തറവാട്ടിലും ഇല്ലത്തുള്ള കൊച്ചുങ്ങൾക്ക് ഒരിക്കലും ഉണ്ണിന്ന് പേരിടല്ലേ. ഉണ്ണിന്ന് പേരിട്ട് കഴിഞ്ഞാൽ 10 വയസ്സിന് മുമ്പായിട്ട് ഈ പിള്ളേരെ ഒളിച്ചോടും. മാത്രമല്ല സ്വത്തന്വേഷിച്ച് വയസ്സാക്കാലത്ത് വരികയും ചെയ്യും. ഈ അമ്മ കിടന്ന് കരയുകയും ചെയ്യും ഉണ്ണിയെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരൊന്നും ഇടരുത്. വേറെ മഹേഷ് എന്നോ രാജേഷ് എന്നോ വല്ല പേരിട്ടാ പോരെ. നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ആരെയാണ് കളിയാക്കുന്നത്? ഈ വല്യപ്പ അറിയൂ? യോ, ബ്രിട്ടീഷുകാരെ കോട്ടയിൽ ചെന്ന് അവർ അടുക്കള വഴി പോയി യുദ്ധം ചെയ്ത ആളാ. അതെന്താ അടുക്കള വഴി കയറിയ? അല്ല, ഉച്ചയ്ക്കായിരുന്നു യുദ്ധേ. അപ്പൊ എല്ലാം കഴിച്ചിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു. ആണല്ലേ? അങ്ങനെ വന്നത്. പിന്നെ അവര് പരിചയം കഴിച്ചിട്ട് 5 മണിക്കാ പുള്ളി വീട്ടിൽ വന്നേ. അതാ നല്ല പരിചയം. നിങ്ങൾ ഇതിന്റെ കാര്യം പറയാതെ കവചകുണ്ടലത്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ പറയും. ഈ കവചകുണ്ടലം എങ്ങനെ സംഭവം? ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞൂടാ. കുരുക്ഷേത്ര യുദ്ധഭൂമിയില് സഹദേവന്റെ ചെവിയില് നകുലൻ എന്താ പറഞ്ഞേ? എന്താ ചെവിയിൽ പറഞ്ഞേ? സഹദേവന്റെ ചെവിയിൽ നകുലൻ എന്താ പറഞ്ഞേ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാളുടെ ചെവിയിൽ മറ്റൊരാൾ പറയുന്നത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മോശം. കൗരവ പടയെ നയിച്ചത് ആരാ? കൗരവ പടത്തിൽ നയിച്ചത് തിലകൻ സാറാണ്. വെള്ളത്താടിയൊക്കെ വെച്ച് ഒമിനി ബാലിൽ ഇങ്ങനെ. പിന്നെ തേങ്ങ ഉണക്കാൻ വന്നിന്നാ അല്ലേ? പിന്നെ മമ്മൂട്ടി സാർ പിന്നെ എന്തിനാ വന്നത്? ഞാൻ അതാണോ പറഞ്ഞത്? ഈ 101 പടയെ നയിച്ചതാരാന്ന്? മേജർ രവി ആണോ? അല്ല, നിന്റെ കൊച്ചക്കച്ചിയുടെ മാപ്പിള ഒന്ന് പോടാ അവിടുന്ന്.
പിന്നെ ഞാൻ എന്തോന്ന് പറയാൻ വേണ്ടിട്ട്? അല്ല, നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഈ കവചകുണ്ടലം എന്ന് പറയുന്നത് ഈ കവചകുണ്ടലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ. ഈ ചെറിയുടെ അത്ര ഇരിക്കും. പിന്നെ ഇതിന് ചുറ്റും 3 മറ്റേ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ അതിനെ പിന്നെ നല്ല വെള്ള കല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ട്. വെള്ളി മേളിൽ ഇങ്ങനെ പതിച്ചു. ഇതെങ്ങും പോയില്ല കേട്ടാ ഈ കവചകുണ്ടലം. പുള്ളി എടുത്ത് തിന്നതാണെന്ന് തോന്നുന്നു. അവിടെ എങ്ങനെ കുറിച്ചിറക്കേണ്ട കാര്യം കവചകുണ്ടലം എന്ന് പറഞ്ഞ പൂർവികരായിട്ട് ജന്മസിദ്ധമായി നമ്മുടെ ദേവാലയത്തിൽ എല്ലാവരും കൂടി കൈകൂപ്പി നിന്ന് ഒരാളുടെ കയ്യിൽ കൊടുത്തതാണ് കവചകുണ്ടലം. ഭയപ്പെടരുത്. ആര് ഭയപ്പെട്ടത്? നിങ്ങളല്ലേ ഇതെല്ലാം പറഞ്ഞു. വർഷങ്ങളായിട്ട് കൈമാറിക്കൊടുന്ന സംഭവമാണ്. അപ്പ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും അമ്പര കണ്ട. അമ്പരക്കണ്ടേ? അതെന്തോ അമ്പരക്കണ്ട? അവന് തൊട്ടപ്പുറത്ത് 49 കണ്ടമുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 1.5 കണ്ടോ കൂടെ മേടിക്കുന്നുണ്ട്. അതാണ് അമ്പരക്കണ്ട. ഈ തറവാടെന്ന് പറയുമ്പോ ഞാനും സുഭദ്രയും യവനും അടങ്ങുന്ന ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റാ? അതെന്താ സംഭവം? എന്താ ട്രസ്റ്റ് എന്ന് വെച്ചാ? ട്രസ്റ്റ് അറിഞ്ഞൂടെ? ഇല്ല. പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇതാണ് ട്രസ്റ്റോ. ഈ ലോണടവൊക്കെ ഒരുപാട് മുടക്കമുണ്ടല്ലോ. ഉണ്ട്. ഒരുപാട് പൈസയൊക്കെ കടം മേടിച്ചിട്ട് ഉണ്ട്. മാത്രമല്ല കുട്ടികൾ ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പുസ്തകമൊക്കെ മേടിക്കണം അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഇപ്പൊ ഇവിടെ നടിക്കോ? ട്രസ്റ്റോ ഇത് ട്രസ്റ്റാന്ന് പറയുമ്പോ ഇത് എന്താന്ന് നോക്കിയപ്പോ ട്രസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല. നമ്മുടെ തറവാട്ടിൽ സന്ധ്യ കഴിഞ്ഞാൽ അത്താഴയില്ല. പുഴുക്കാ കഴിക്കണേ. ഞാൻ പുഴുക്കും, യവൻ പുഴുക്കും, സുഭദ്ര പുഴുക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 3 പേരുടെ നിന്ന് പുഴുങ്ങുവാന്ന് മനസ്സിലായി. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഈ പുഴുക്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സംഖ്യാനാമം ചൊല്ലിട്ടേ നമ്മൾ പുഴുക്കടയ്ക്കൂ. അത് നല്ല കാര്യമല്ലേ? വേണമെങ്കിൽ ഞാൻ അങ്ങ് പാടിത്തരാം. ചേമ്പേ മണ്ണിൻ അടിയിൽ പതുങ്ങിയിരുന്ന നിന്നെ പിടിച്ച് നമ്മൾ മാന്തിമെല്ലെ കലത്തിരിട്ട് പുഴുങ്ങിടും. ചേമ്പേ ചേമ്പേ ചേമ്പേ. ചേമ്പിന്റെ കൂടെ ചേന എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കൂ? ചേന അതിലിട്ട് പുഴുങ്ങരുത്. രണ്ടുപേരുടെ പച്ചക്ക് തിന്നണം. എന്നാലേ ഈ ചൊറിച്ചില് മാറും. ചേമ്പേ ഈ ശ്ലോകമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാടുന്നത്. അത് മാത്രമല്ല, ചേമ്പ് കീച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം നമ്മൾ ചാച്ചാൻ പോവും. ഉറങ്ങാൻ പോവും. അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ നമ്മള് ചൂച്ചാൻ പോകും. ചൂച്ചാന? മൂത്രമടിക്ക് കയറാൻ 12 മണി. ഞാൻ ഒരു കാര്യം, നിങ്ങൾ തറവാടികളല്ലേ ചാച്ചാനും ചീച്ചാനും ചൂച്ചാനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദ്യോഗസ്ഥനല്ലേ, പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ടേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കവചകുണ്ടലങ്ങൾ കാണാതെ പോകുന്നതിന് കാരണമുണ്ട്. ഇവിടെ CCTV ക്യാമറ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷിയെ കൊണ്ടുപോവാ. അയ്യോ, ആരോ വിളിക്കുന്ന. ഹലോ സാവിത്രിയേ, എന്തടി? ശരിയെത്താ എല്ലാം പോയടാ. എന്ത്? ഞാൻ നിങ്ങളറിയാതെ എന്റെ 2ാമത്തെ വേളിയുടെ സൗത്തിന്റെ വീട്ടിൽ പോയായിരുന്നു ഒരു ദിവസം. ഞാൻ അവിടെ കൊണ്ട് എന്റെ കവചകുണ്ടലം വെച്ചടാ. എവളിത് കമ്മലെന്നും പറഞ്ഞെടുത്തിട്ടുണ്ട്. ചന്തയിലോട്ട് പോയി. അവിടെ വെച്ച് ഇവരെ പോലുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കവചകുണ്ടലം പിടിച്ചോണ്ട് പോയടാ. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യപ്പാ? ഞാൻ ഒരു കാര്യം പറയട്ടാ. നിങ്ങൾ എന്തായാലും പുരാവസ്തു ഗവേഷകരല്ലേ? ഈ പുരാവസ്തുക്കൾ എടുക്കൂ. എന്നാ പിന്നെ ഇതിനെ കൂടെ കൊണ്ടോ? അയ്യോ, ഞാൻ ഇതിനെ കൊണ്ടുപോകുന്ന കവചം ഉണ്ടാകാനില്ലാത്ത ഈ കളവൻ എനിക്കെന്താന്ന്?